സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം സാരീസ്. സോഫ്റ്റ് സിൽക്ക് സാരീസിൽ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസിൽ വന്നേക്കുന്ന കളക്ഷനാണ് കേട്ടോ. നല്ലൊരു ഗ്രേ, ഒരു സ്റ്റീൽ ഗ്രേ ആൻഡ് പീച്ചും ഓറഞ്ചും കൊണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്ന ബോർഡർ ഡീറ്റെയിലിംഗ്. ഡബിൾ ടോണിലാണ് ബോർഡർ വന്നേക്കുന്നത്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു പാറ്റേൺ വീവ് ചെയ്തേക്കാണ്. ലൈൻ വീവിങ് സ്റ്റൈലിലാണ്, ലീംസറി കാറ്റഗറിയിലാണ് കേട്ടോ. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് സിൽവർ ആൻഡ് കോപ്പർ കളറിലുള്ള ജെറിയിലാണ് ആ ട്രയാങ്കുലർ പാറ്റേൺ വന്നേക്കുന്നത്. ലോങ്ങർ വ്യൂവിൽ ലൈൻ വീവിങ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് അതിൻ്റെ ബോർഡറും ബോഡിയും കൂടെ ജോയിൻ ചെയ്യുന്നിടത്ത് സിൽവർ കളറിലുള്ള 2 ലൈൻസ് ഒക്കെ ആയിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ്. നമുക്കൊരു ഒക്കേഷൻ വെയർ ആയിട്ട് കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കാഞ്ചീപുരം സാരീസിൻ്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. സോഫ്റ്റ് ആയതുകൊണ്ട് കാഞ്ചീപുരം സാരീസിൻ്റെ അത്രയും ഹെവി ആയിട്ട് വരത്തില്ല. പ്രൈസും അത്രയും പ്രീമിയം റേഞ്ചിലോട്ട് പോവാതെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ല ഭംഗിയുള്ള സാരി. ഗ്രേ ആൻഡ് ഒരു പീച്ചും ഓറഞ്ചും കൊണ്ട് ഡബിൾ ഷെയ്ഡാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. ഇനിയും നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 3 കളർ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. പല്ലുവുണ്ട്. പല്ലുവിൽ ഒരു ഡയമണ്ടിനുള്ളിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ഡീറ്റെയിലിംഗ്, അതും ഈ ഒരു നീംസറി കാറ്റഗറിയാണ്. ഈ ബോർഡറിൻ്റെ പല്ലുവിൻ്റെ ഉൾഭാഗം വന്നേക്കുന്നത് ഈ തിക്കായിട്ട് ടിഷ്യൂ ടൈപ്പ് വീവിങ് വന്നേക്കുന്നത് സിൽവർ കളറിലും ഇത് കോപ്പർ കളറിലും. ആ ബോർഡർ ഗോപി പാറ്റേൺ വന്നേക്കുന്നത് കോപ്പർ കളറിലുമാണ് വീവ് ചെയ്ത് വന്നേക്കുന്നത്. ഇതേ കോൺസെപ്റ്റ് തന്നെ ബോഡിയിൽ ഇതുപോലെ ട്രയാങ്കുലർ വീവിങ് പാറ്റേണും അതുപോലെ ആൻഡ് കോൺട്രാസ്റ്റ് പല്ലും ഒക്കെ ആയിട്ട് വരുന്ന ഇനി ഒരു 2 കളർ ഓപ്ഷൻസും കൂടെ കാണിക്കാം. സെയിം കോഡിൽ തന്നെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. GSH 130 10,999 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കളർ ഓപ്ഷൻസ് കണ്ടാലോ. കളർ ഓപ്ഷൻസ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു തത്തമ്മപ്പച്ച, ഒരു ലൈം കളർ എന്ന് വേണമെങ്കിൽ പറയാം. ലൈം ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് കേട്ടോ. പ്യുവറായിട്ട് ആ ഒരു തത്തമ്മപ്പച്ചയല്ല, ഒരു ലൈം ഗ്രീൻ, ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ്. ആൻഡ് ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് സെയിം, ഇപ്പോൾ ഞാൻ വേറെ ചെയ്തേക്കുന്ന ആ ഒരു ബോർഡറിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഓറഞ്ചും ഒരു പിങ്കും മജന്ത കളറും കൂടെ ഡബിൾ ഷെയ്ഡ് വന്നേക്കാണ്. ആൻഡ് ഇത് കണ്ടോ, ഈ ഒരു ജോയിനിങ് പോർഷനിൽ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ കയറി ഇറങ്ങി വന്നേക്കുന്ന ആ വീവിങ് പാറ്റേൺ നല്ല ഭംഗിയാണ് കേട്ടോ. ആ 2 കളേഴ്സ് ജോയിൻ ചെയ്തേക്കുന്നിടത്ത് ഇങ്ങനെ ഒരു കയറി ഇറങ്ങി ഇതിലോട്ട് കുറച്ച് പിങ്ക് കളറും കയറി വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് കുറച്ച് ഗ്രീനും കൂടെ കയറി വന്നേക്കുന്ന നല്ല ഭംഗിയുള്ളൊരു എഡ്ജ് ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത്. 2ൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ സിൽവർ കളറിലൊരു ഒരു ഒരു 2 ലൈൻസ്, അതുപോലെ തന്നെ കോപ്പർ, ഇതൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഗോൾഡൻ ആൻഡ് സിൽവർ കളറിൽ വന്നേക്കുന്ന 2 ലൈൻസ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻസ് ആണ്. ട്രയാങ്കുലർ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഈ ട്രയാങ്കിൾസ് തന്നെ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് ഫില്ല് ചെയ്തിട്ടും കണ്ടോ ഔട്ട്ലൈൻ മാത്രമായിട്ടുമാണ് ട്രയാങ്കിൾസ് വന്നേക്കുന്നത്. ഇനി ഈ സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ ഒരു വീവിങ് സ്റ്റൈൽ വന്നിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഗ്രീൻ ആൻഡ് ഒരു മജന്ത ആൻഡ് ഓറഞ്ചിൻ്റെ ഡബിൾ ഷെയ്ഡ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ GSH 130 ആണ് പ്രോഡക്റ്റ് കോഡ്. ആൻഡ് പ്രൈസ് വരുന്നത് 10,999 ആണ് പ്രൈസ് വരുന്നത്. ഇതാണ് പല്ലുവൊക്കെ നല്ല ഗ്രാൻഡാണ്. പല്ലുവിൻ്റെ ആ ഫിനിഷിങ് വന്നേക്കുന്നത് ഡയമണ്ട് പാറ്റേൺ വന്നേക്കുന്നത് സിൽവർ കളറിലും, എഡ്ജസ് ഫിനിഷ് വന്നേക്കുന്ന കോപ്പർ ഗോപി വീവിങ് പാറ്റേൺ വന്നേക്കുന്നത് കോപ്പർ കളറിലും വന്നേക്കുന്ന ഗ്രാൻഡ് ആയിട്ടുള്ള സാരി. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ആൻഡ് ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെ എഡ്ജസിൽ ഇതുപോലെ ആ ഒരു സിൽവർ ലൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് വരും ആ സിൽവർ ലൈൻസ്. അങ്ങനെയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെ ഇറക്കം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത കോമ്പിനേഷൻ, ഇത് നമ്മൾ സാധാരണ അങ്ങനെ കാണാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ. കോഫി ബ്രൗണും ഗ്രീനും. കോഫി ബ്രൗൺ ആൻഡ് ഗ്രീൻ മിക്സിൽ
ആ കോഫി ബ്രൗണിലേക്ക് ആ ഒരു ഡാർക്കർ ടോൺ ആയതുകൊണ്ട് അതിലോട്ട് ആ ബോഡിയിലെ കളറ് കയറി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതേ ഒരു ഫിനിഷിങ് കണ്ടോ, നല്ല രസമുള്ളൊരു ഫിനിഷിംഗ് ആണ്. ഇവിടെ ഒരു 3 ലൈൻസാണ് ആ ബോർഡറിൽ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ട 2 സാരീസിലും 2 ലൈൻസ് ആയിരുന്നു, ഇതിൽ 3 ലൈൻസാണ് ആ ഒരു സിൽവർ ലൈൻ വന്നിരിക്കുന്നത്. ട്രയാങ്കുലർ ബോഡിയിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ട്രയാങ്കുലർ പാറ്റേൺസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ട്രയാങ്കുലർ പാറ്റേൺ ആൻഡ് പല്ലു ഡീറ്റെയിലിംഗ്. പല്ലുവിന് സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മറ്റൊരു ഫില്ല് ചെയ്തിട്ടുള്ളൊരു ഡയമണ്ട് പാറ്റേണിൽ ഫ്ലോറൽ പാറ്റേൺസ് വന്നിരിക്കുന്ന ഒരു ഡിസൈനായിരുന്നു. ഇതിൽ ഒരു ഡയഗണൽ ഷേപ്പിൽ വരുന്ന ഡയഗണൽ വീവിങ്ങിൽ വരുന്ന സ്ട്രൈപ്സ് പോലെ വരുന്ന പാറ്റേൺ ആണ്. അതും സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത്. ഫുൾ സാരിയുടെ എഡ്ജസ് ഫിനിഷ് ചെയ്തേക്കുന്ന ഗോബി പാറ്റേണും സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത്. ഗ്രാൻഡ് ആയിട്ടുള്ള സാരി, നല്ല ഭംഗി റെയർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഗ്രീൻ ആൻഡ് കോഫി ബ്രൗൺ ടോണിൽ വന്നിരിക്കുന്ന സാരി. GSH 130 ആൻഡ് പ്രൈസ് വരുന്നത് 10,999. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. കോട്ടൺ കുർത്ത സെറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ലുക്കാണ്. കോളേർഡ് പാറ്റേണിൻ്റെ അകത്ത് ഒരു സ്ലിറ്റ് ഓപ്പൺ ആൻഡ് ഒരു 3 പാനൽ ലുക്കിലാണ് കേട്ടോ. സെയിം ഫാബ്രിക് തന്നെയാണ്, 3 പാനലായിട്ട് ചെയ്തേക്കുവാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നല്ല ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ ജോമെട്രിക് പ്രിന്റ് വരുന്ന ഒരു ബോട്ടവും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ഫിറ്റിംഗ് ആണ്, ഈസി ടു സിറ്റ് ഡൗൺ, അങ്ങനെയുള്ള മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും വരാത്ത. ഇപ്പോൾ സ്ട്രെച്ച് ഇല്ലാത്ത ഫാബ്രിക്സ് വരുമ്പോഴത്തേക്ക് ബോട്ടം വെരി കെയർഫുൾ ആവേണ്ടി വരും. അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ ഫിറ്റിംഗ് പ്രത്യേകം നമ്മളൊന്നും നോക്കേണ്ട കാര്യമുണ്ട്. കാരണം ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു പിടുത്തമൊക്കെ വരാൻ ചാൻസസ് ഉള്ളൊരു ഇതാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒന്നും വരത്തില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണ്. യെറ്റ് ഇറ്റ് ഈസ് ഫിറ്റഡ് ഓൾസോ. ഇറ്റ്സ് ലൈക്ക് നല്ലൊരു ഫിറ്റിങ്ങും കൂടിയാണ്. അത് ഒരു മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ലുക്ക് വൈസും ഒക്കെ നല്ല ഭംഗിയും കൂടിയാണ്. ദാറ്റ് ഇസ് നോട്ട് കോംപ്രമൈസ്ഡ് ഹിയർ. ആൻഡ് ഒരു 3 പാനലിൻ്റെ അകത്ത് കോർഡഡ് പൈപ്പിംഗ് കൊടുത്തിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് എംപയർ കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെൻറ്റർ പാനൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഹൈലൈറ്റും കൂടി വന്നിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട്സും സീക്വൻസിൻ്റെ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആണ്. ആ കോളർ പാറ്റേണിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാന്താ റണ്ണിങ് സ്റ്റിച്ചസ് അവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൺലി 1299. ഇത് നമ്മൾ കുറച്ച് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ എവറിഡേ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വർക്കിനാണെങ്കിലും ഇല്ല നമുക്ക് അവിടെ സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് എ മോഡസ്റ്റ് ലുക്ക് ആൻഡ് പ്യുവർ കോട്ടണിലുമാണ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ അകത്ത് നമുക്ക് ബോട്ടത്തിൻ്റെ പാച്ച്, കോളറിൻ്റെ അവിടെയും സ്ലീവിൻ്റെ അവിടെയും ബോട്ടത്തിൻ്റെ പാച്ചാണ്. അതിനകത്ത് രണ്ടിലും ഈ ഒരു കാന്ത ഹൈലൈറ്റ്, അത് റണ്ണിങ് ഹാൻഡ് സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തും ഫുൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഹാൻഡ് ആയിട്ടുള്ള എംബ്രോയിഡറി തന്നെയാണ് വന്നിരിക്കുന്നത്. OS 363 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ലൊരു റെഡ്, പിങ്ക്, ഗ്രീൻ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ. ലുക്സ് ലൈക്ക് ബ്ലോക്ക് പ്രിന്റ്. സ്ക്രീനിലാണ് ചെയ്തേക്കുന്നത്. ബ്ലോക്കിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന പാറ്റേൺസ് സ്ക്രീനിൽ ചെയ്തേക്കാണ് കേട്ടോ. ചെക്ക് ഇറ്റ് ഔട്ട്. കോട്ടൺ കുർത്ത ആൻഡ് ബോട്ടം സെറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റാണ് കാണുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടും നല്ലൊരു കംഫർട്ട് ഫിറ്റിലും വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ്, ഒരു സേജ് ഗ്രീനിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് പെയർഡ് വിത്ത് ദ ബോട്ടം. അപ്പോൾ ഇത് വിത്തൗട്ട് ലൈനിങ് ഒരു A ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ടോപ്പിൻ്റെ കൂടെ വെർട്ടിക്കൽ ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. ആൻഡ് ഫ്ലാറ്റ് ഫ്രണ്ട് വിത്ത് ടൈപ്പും ബാക്ക് ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടമാണ് കേട്ടോ പെയർ ചെയ്തിരിക്കുന്നത്. It's like, you know, when you want to be in your comfort zone, nothing, നമ്മൾ ഒരു ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ട്രഗിൾ ചെയ്യേണ്ടാത്ത എഫേർട്ട്ലെസ് ആയിട്ടുള്ള ദിവസങ്ങൾ വരുമല്ലോ. അപ്പോൾ ആ ഒരു ഫീൽഡ് തന്നെ നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ആൻഡ് സ്റ്റിൽ ലുക്ക് ഗുഡ് വിതൗട്ട് എഫേർട്ട് ലുക്കിംഗ് ഗുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആൻഡ് നോട്ട് ടു മച്ച് പ്രൈസി ഓൾസോ. നമുക്ക് 1299 റേഞ്ചിൽ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുകയാണ്. 3/4 സ്ലീവ്. ആൻഡ് ഇതിനകത്ത് ഒരു സ്മോൾ യോക്ക് ഡീറ്റെയിൽ നമുക്ക് ഷോൾ കോളറിലൊക്കെ വരുന്ന പോലത്തെ ഉള്ള ഒരു ലുക്കാണ്. പക്ഷെ എക്സാക്ട്ലി അതല്ല. ഒരു വി നെക്ക് ലൈനിൻ്റെ അകത്ത് ഒരു പാനൽ പാച്ച് കൊടുത്തേക്കാണ്. ആൻഡ് ഹാൻഡ് കാന്ത ഹൈലൈറ്റും കൂടെ വിത്ത് സീക്വൻസ് ഹൈലൈറ്റും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു ബോർഡറിൽ വന്നിരിക്കുന്നത്, നമ്മുടെ പാൻസിൽ വന്നിരിക്കുന്ന ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ ഈ ബോർഡറായിട്ട് കൊടുത്തേക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പാനൽഡ് ആയിട്ടുള്ള ലുക്കിൽ വന്നിട്ടുള്ള സ്ലീവും 3/4 സ്ലീവ് ആൻഡ് A ലൈൻ പാറ്റേണിൽ വിത്ത് പോക്കറ്റായിട്ട് വന്നിരിക്കുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് യൂട്ടിലിറ്റി പോക്കറ്റാണ്. പക്ഷെ എന്നാലും ഭയങ്കര വലിയ ഫോൺസ് ക്യാരി ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുഞ്ഞ് കീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട്
keys and your lipsticks and all go well. Okay, so OS 364 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആൻഡ് പ്രൈസ്ഡ് 1299. ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. സ്റ്റോഴ്സിലും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. വരാൻ പോകുന്ന ഓണത്തിനോ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി, അതും സിൽക്ക് ലെനിലാട്ടോ വന്നേക്കുന്നത്. ഹാൻഡ് പെയിൻറ്റഡ് ലുക്കിലാണ് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നതും. ഷെയ്ഡിങ് ടെക്നിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു പെയിൻറ്റഡ് ലുക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് സെറീൻ്റെ ഒരു ചെയിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് അതിൻ്റെ കവർ ചെയ്ത് കൊടുത്തേക്കുവാണ് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ലുക്കിനെ. അതിൻ്റെ കൂടെ തന്നെ സീക്വൻസും കട്ട് ട്യൂബും കൂടെ യൂസ് ചെയ്താണ് ആ ഒരു ഇത് ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുള്ളൊരു പല്ലു. ദെൻ പല്ലുവിൽ മാത്രമല്ല ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിലും ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ പ്ലീറ്റ്സ് എടുക്കുന്ന ഈ ഒരു ഭാഗത്തും ഫുള്ളായിട്ട് തന്നെ ആ ഒരു ഹാൻഡ് പെയിൻറ്റഡിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഓണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രഡീഷണൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി. ദെൻ ഇതിൻ്റെ കോഡ് വരുന്നത് BLD 268. പ്രൈസ് റേഞ്ച് വരുന്നത് 2999 ആണ്. അപ്പോൾ ഇതിൻ്റെ സെയിം ഒരു വേറൊരു ഹാൻഡ് പെയിൻറ്റഡിൽ തന്നെയാണ്, പക്ഷെ കുറച്ചൊന്ന് വേരിയൻ്റ് ഉണ്ട് കേട്ടോ. കുറച്ചൊരു വേരിയേഷനൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ലുക്കിൽ. ഈ ഒരു സാരി വന്നേക്കുന്നത് BLD 369 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൻഡ് പെയിൻറ്റഡിൻ്റെ തന്നെ ഫ്ലോറലിൽ തന്നെയാണ്, പക്ഷേ ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ, കുറച്ച് ഫ്ലവേഴ്സ്. അപ്പം ഇതിലാണെങ്കിൽ ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലും പല്ലുവിലുമാണ് ഹൈലൈറ്റ്. ഇത് ഫുള്ളായിട്ട് തന്നെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ചസ് പോലെ ഫുള്ളായിട്ട് ബോഡി സാരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കർവിൻ്റെ ലുക്കിൽ നമ്മുടെ പല്ലുവിലും ദെൻ ഈ ഒരു പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്തൊക്കെ ഈ ഒരു ലുക്കാട്ടോ വന്നേക്കുന്നത്. സാരിയുടെ ഫുൾ ആ ഒരു ഫ്ലവർ ലുക്ക്. ദെൻ ബ്ലൗസ് വന്നേക്കുന്നത് ഇതാട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പോർഷനിൽ ഈ ഒരു പെയിൻറ്റ് ലുക്ക് വരും. നമ്മുടെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഈ ഒരു ലുക്ക് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നതും സെയിം ഈ ഒരു ബ്ലൗസിൽ ഇങ്ങനെ ഒരു ഫ്ലോറിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. BLD 368 369. പ്രൈസ് റേഞ്ച് വരുന്നത് 2999. ചെക്ക് ഇറ്റ് ഔട്ട്.